ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബേബി ഉറക്കിയിട്ട് അവിടെ കിടക്കുമായിരുന്നു. കിടന്നപ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വന്നു. ഉച്ചയ്ക്ക് ഉറങ്ങി കഴിഞ്ഞാൽ എന്നെ കൊണ്ട് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ എണീറ്റ് വിചാരിച്ച് വീഡിയോ എടുക്കാം. ചുമ്മാ കിടക്കുമല്ലേ, സമയം കളയുന്ന എന്തിനാന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാമെന്നും പറഞ്ഞെടുത്താണ് കേട്ടോ. നമ്മളെന്നുണ്ടെങ്കിൽ രാവിലെ സാധാരണ ഞങ്ങൾ എല്ലാ വർഷവും ഓണത്തിനും അതേപോലെ വെക്കേഷൻ ടൈം ഏപ്രിൽ മെയ് ടൈമിൽ ഞങ്ങൾ തേങ്ങ ആട്ടും മീൻസ് കൊപ്ര ഉണക്കി തേങ്ങ നമ്മൾ വെട്ടിയെടുക്കുന്ന തേങ്ങ പച്ച തേങ്ങ മാത്രം കറിക്ക് അരച്ചിട്ട് കറിക്ക് അരച്ചിട്ട് ബാക്കി തേങ്ങേനെ നമ്മൾ ഉണങ്ങാൻ വിടും. ഉണക്കിയതിന് ശേഷം പതിയെ വെയിലൊക്കെ ഉള്ള വെയിലൊക്കെ ഉള്ള സമയത്ത് ഇതേപോലെ തേങ്ങ പൊട്ടിച്ച് ഉണക്കി കൊപ്രയാക്കി അതിനെ കൊണ്ടുപോയി ആട്ടി എണ്ണ എടുക്കലാണ് പതിവ്. സാധാരണ അങ്ങനെയാണ്. വർഷങ്ങളായി ഞാൻ കാണുന്നൊരു പരിപാടി അതാണ്. ഒരു 3-4 വർഷം കൊണ്ട് കിട്ടുന്ന തേങ്ങയുടെ അളവ് കുറഞ്ഞ് വരികയാണ്. ഏറെക്കുറെ ഞങ്ങൾക്ക് 18 മൂടോളം തെങ്ങുണ്ട്. ആ തെങ്ങിൽ നിന്നൊക്കെ ഞാൻ ആദ്യമൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു സ്റ്റോർ റൂം നിറയെ തേങ്ങ കിട്ടുമായിരുന്നു. ഇപ്പം അത് കുറഞ്ഞ് 25 തേങ്ങ 50 തേങ്ങയൊക്കെ കഷ്ടിച്ച് കിട്ടിയാലേ. ഈ 50 തേങ്ങ കിട്ടുന്നത് 2 മാസത്തേക്ക് ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ തികയത്തില്ല. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ തേങ്ങ നല്ലോണം അരച്ചുപയോഗിക്കുന്ന ആൾക്കാരാണ്. അതായത് തോരൻ, മീൻകറി ആയാലും തോരനായാലും എന്തിനും ഞങ്ങളുടെ വീട്ടിൽ അപ്പമായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുക. അതേപോലെ തന്നെ എന്ത് സാധനം എടുത്താലും അതിൽ തേങ്ങ ലേശം കൂടുതൽ അരയ്ക്കുന്ന ടീംസാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് തേങ്ങയുടെ അളവ് കുറഞ്ഞു വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ട്. അതായത് 1 കിലോ തേങ്ങയ്ക്ക് എനിക്ക് തോന്നുന്നു 85 രൂപയോ 90 രൂപയോ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഞങ്ങൾ യൂസ് ചെയ്യുന്ന രീതിക്ക് അളവിനനുസരിച്ച് ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് തേങ്ങ മേടിക്കാൻ പറ്റത്തില്ല. എന്നിട്ടും അമ്മ പുറത്തുനിന്ന് അന്വേഷിച്ചിട്ടും തേങ്ങ കിട്ടാനില്ല. എങ്ങും കിട്ടാനില്ലാത്ത കാരണം ഇപ്രാവശ്യം തേങ്ങ ഉണക്കാനായിട്ട് മിച്ചം വന്ന തേങ്ങയെല്ലാം കൂടെ പറക്കി കൂട്ടിയപ്പോഴത്തേക്കും അമ്മച്ചി പറഞ്ഞായിട്ട് 45 തേങ്ങ 50 തേങ്ങയോ വെച്ചേ ഉള്ളൂ. ഈ 50 തേങ്ങ ഉണങ്ങിക്കഴിഞ്ഞാൽ 5 കിലോ കൊപ്ര കഷ്ടിച്ച് ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ 5 കിലോ 4 കിലോ 5 കിലോ കൊപ്രയായിരിക്കും കഷ്ടിച്ച് കിട്ടുക. അത് ആട്ടിക്കഴിഞ്ഞാൽ എത്ര ലിറ്റർ എണ്ണ കിട്ടുമെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പം ഞങ്ങൾക്കൊരു 6 മാസം ഓടുന്നത് ആ എണ്ണയിലാണ്. അതായത് കൊല്ലത്തിൽ 2 പ്രാവശ്യം തേങ്ങയാട്ടും. ആ കിട്ടുന്ന 2 പ്രാവശ്യത്തെ എണ്ണ കൊണ്ടാണ് ഞങ്ങളൊരു വർഷം ഓടിക്കുക. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ ഒരു തെങ്ങിൻ്റെ മണ്ട മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പുറത്ത് വേറൊരു തെങ്ങ് കൂടെ നിൽപ്പുണ്ട്. മുകളിൽ നിന്ന് കുരങ്ങും താഴെ നിന്ന് പന്നിയും. അതാണ് ഇവിടുത്തെ അവസ്ഥ. മുകളിൽ നിന്ന് കുരങ്ങ് ഒരു മാസത്തിൽ ഇപ്പോൾ ഒരു 3 പ്രാവശ്യം വരുന്നു. ഉള്ള കരിക്കിനെ എല്ലാം പൊട്ടിക്കുന്നു, കുടിക്കുന്നു, നശിപ്പിച്ചങ്ങ് പോകുന്നു. ഇപ്പോൾ കുരങ്ങ് വരാത്ത ഏതെങ്കിലും മാസമാണെന്നുണ്ടെങ്കിൽ തേങ്ങ കൊഴിഞ്ഞ് വീണിട്ട് അതിനെ പന്നി കുത്തി തിന്നുന്നു. ഇത് രണ്ടുമല്ല, തേങ്ങ വെട്ടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തേങ്ങ വെട്ടാൻ ആളില്ല. പാലോട് മുതൽ മടത്തറ വരെയും കണ്ട് ഒരാളാണ് തേങ്ങ വെട്ടാനുള്ളത്. പുള്ളിയാണെങ്കിൽ വിളിച്ചാൽ കിട്ടത്തുമില്ല. പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം വലുതായിട്ട് തേങ്ങ വെട്ടിൽ വലിയ കോൺസെൻട്രേറ്റ് ചെയ്യണമില്ല. പുള്ളിയാണെന്നുണ്ടെങ്കിൽ വേറെ ലോഡിങ്ങിനോ എന്തിനൊക്കെയോ പോകുന്നുണ്ട്. ഒരു 3000 പ്രാവശ്യം വെച്ച് ഇപ്പോൾ ഒരു മാസത്തിനാവും വെച്ചിട്ട് എങ്ങനെയായാലും ഒരു 7-8 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. പുള്ളി വരാമെന്ന് പറയണല്ലാതെ പറഞ്ഞില്ല. ഈ കഴിഞ്ഞ ഞായറാഴ്ചയും വരാമെന്ന് പറഞ്ഞാണ് വന്നില്ല. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തേങ്ങ കിട്ടാനില്ല. എന്നിട്ട് ഞാൻ വെച്ചിട്ട് പറഞ്ഞായിരുന്നു മെഷീൻ വാങ്ങിച്ച് നമുക്ക് തന്നെ പഠിച്ച് നമുക്ക് തേങ്ങ വെട്ടാമെന്ന്. ഒരു കണക്കിന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് ലാഭമാണ്. ഇങ്ങനെ കൂലി കൂട്ടുമ്പോഴത്തേക്കും ലാഭമുള്ളൊരു പരിപാടിയാണ്. അപ്പം തേങ്ങയാണെന്നുണ്ടെങ്കിൽ അരച്ച് കൂട്ടാൻ വയ്യ. പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന ആൾക്കാർ എങ്ങനെ മേടിക്കുന്നു എന്ന് ഞങ്ങൾ എപ്പോഴും പറയും. ഈ ഒരു സംഭവം ഈ കുരങ്ങ് കൊണ്ടുപോകുന്നതും വെട്ടാൻ ആളില്ലാത്തത്. ആ തെങ്ങിൻ്റെ മണ്ടയ്ക്കൊന്നും ഒരു തേങ്ങ പോലും ഇല്ല, ഒന്നുമില്ല. മെനിഞ്ഞാന്ന് കുരങ്ങ് വന്നത് മൊത്തം തീർത്തു. എനിക്ക് തോന്നുന്നു 2-3 മറ്റേ ചെറിയ കൊച്ചങ്ങ അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് തേങ്ങ കൂട്ടാൻ വേണ്ടിയൊന്നുമില്ല. എങ്ങനെ പുറത്തുനിന്ന് മേടിച്ച് കൂട്ടും അരയ്ക്കും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വേവലാതിയാണ്. പിന്നെ തവിടെണ്ണ മേടിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നു കോഴിയുടെ നെയ്യെങ്ങാണ്ടൊക്കെ ഉരുക്കിയെങ്ങാണ്ടൊക്കെയാണ് ചത്തുപോണ കോഴിയുടെ വേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് ഉരുക്കിയൊക്കെയാണ് ഈ ഉരുക്കെണ്ണ ഉണ്ടാക്കണേന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതും മേടിക്കാനൊരു പേടി. അതേപോലെ ഇപ്പോൾ ഈ അടുത്ത് എണ്ണയിൽ കെമിക്കലൊക്കെ ചേർന്ന് ഒത്തിരി ന്യൂസൊക്കെ വന്നത് കാരണം പുറത്തുനിന്ന് മേടിക്കാനും പേടിയാണ്. അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. തേങ്ങയില്ല, എണ്ണയില്ല, ഒരു സാധനം നടാൻ പറ്റത്തില്ല. ഒരു പഴങ്ങളുണ്ടാകുന്ന ഒരു ചെടിയിൽ നിന്നും ഒന്നും കിട്ടത്തില്ല. റംബുട്ടാനായിക്കോട്ടെ, കാരയായിക്കോട്ടെ, മാങ്കോസ്റ്റീൻ ആയിക്കോട്ടെ, അവക്കാഡോ ആയിക്കോട്ടെ, വീടിനും ഷെഡിൻ്റെ ഇടയിൽ ഒത്തിരിയും ഫ്രൂട്ട്സ് കിട്ടുന്ന, അതായത് ഫലവൃക്ഷമോ അങ്ങനെ എങ്ങാണ്ടല്ലേ പറയണേ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കായ പോലും ഞങ്ങൾക്ക് കിട്ടാറില്ല. ഏറെക്കുറെ 1-1.5 കൊല്ലം കൊണ്ട് ഇത് തന്നെയാണ്. ഒന്നും
കായ്ച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഒന്നിൽ കുരങ്ങ് കൊണ്ടുപോകും, വാഴ വയ്ക്കാൻ പറ്റത്തില്ല, പന്നി നശിപ്പിക്കും. തെങ്ങിൻ്റെ തൈ വയ്ക്കാൻ പറ്റത്തില്ല, പന്നി നശിപ്പിക്കും. ഇത്രയും സ്ഥലം വേലി കെട്ടി അടയ്ക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമില്ല. പിന്നെ ഒത്തിരി ആൾക്കാർ സോളാറൊക്കെ വയ്ക്കുന്നതുകൊണ്ട് പിന്നെ ഓർക്കൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട്. അത്രയും ഫണ്ടിറക്കി ഞങ്ങളെ ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ പെട്ട് നിൽക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ ജീവികളെ കാരണം. മൊത്തം നശിപ്പിക്കുകയാണ്. പോരാണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരുന്ന ഷീറ്റിൻ്റെ മണ്ടയിൽ വന്ന് കിടന്ന് ചാടി അത് മൊത്തം പൊത്ത്, അത് മൊത്തം കണ്ണ് വീണ്, വീടിൻ്റെ ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ ശവകുടിയിൽ ഇടിക്കുന്ന കൂട്ടാണ് ഇരിക്കണേ. ഷെഡിൻ്റെ മണ്ടയിൽ ഷീറ്റിൽ ചാടി, ഷെഡിൻ്റെ ആ ഷീറ്റ് മൊത്തം പൊത്ത്. എനിക്കറിയാൻ പാടില്ല, ജീവിയെ കൊണ്ട് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. എന്തെല്ലാം ജീവിക്ക് വംശനാശം സംഭവിക്കുന്നുണ്ട് നാട്ടിൽ, ഇതിന് മാത്രം ഒന്നും സംഭവിക്കുന്നില്ല. എന്ത് കഷ്ടമാണ് നോക്കണേ. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ കുരങ്ങ് തുറന്നു വെച്ചിട്ട് പോയതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അടച്ചു വെച്ചേക്കുന്നത്. വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിൻ്റെ മുകളിലൊരു ഡ്രാഗൺ ഫ്രൂട്ടും ഉണ്ട്. അപ്പം പരാതി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒട്ടുണ്ട്, ഒരുപാടുണ്ട്. അപ്പം ചുമ്മാ എന്തിനല്ലേ പരാതി പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കുരങ്ങിനെതിരെ കേസെടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം നമുക്കിതിൻ്റെ ബാക്കി പ്രോസസ്സ് വഴിയേ കാണാം. ഇതിപ്രാവശ്യം ഉണക്കാൻ വേണ്ടി വെട്ടിയിറക്കിയ തേങ്ങയാണ് കേട്ടോ. അത് കുറച്ചേ ഉള്ളൂ, ഒരു 50-55 തേങ്ങയ്ക്കകത്തേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം, അതായത് ഒരു 4 മാസത്തിന് മുന്നേ ഉണക്കിയെടുത്ത തേങ്ങയാണ്. ആ തേങ്ങയുടെ തൊണ്ടാണ് ആ കിടക്കണേ, ആ 3-4 മരത്തിൻ്റെ മൂട്ടിലായിട്ട്. അതും ഇതും കൂടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സങ്കടം തോന്നും. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഏറെക്കുറെ 50 തേങ്ങ വെച്ചാണ് പൊട്ടിച്ചത്. ആ പൊട്ടിച്ചതിലുള്ള തേങ്ങയാണ് ഈ ഉണക്കാനിട്ടേക്കണേ. ഇത്ര തേങ്ങയാണുള്ളത്. ഇത് ആട്ടിയിട്ട് എത്ര ദിവസം കൂട്ടുമെന്നൊരു എത്തുംപിടിയില്ല. മച്ചി ഉച്ചയ്ക്ക് പറഞ്ഞ് എനിക്ക് ഇത്രയും തേങ്ങയും കൊണ്ട് പോകാൻ നാണക്കേടാവണം മക്കളെ. ഇത്രയും നാൾ ഞാൻ എന്തോരം കിലോ തേങ്ങയും കൊണ്ട് പോയതാണ്. തേങ്ങ ആട്ടി എണ്ണ കൊണ്ടുവരാൻ വേണ്ടി 3 ബക്കറ്റ് എണ്ണ മേടിച്ചമ്മ വർഷങ്ങളായി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലാണ് സാധാരണ എണ്ണ ആട്ടി കൊണ്ടുവരുന്നത്. 3 ബക്കറ്റ് തികയാതെ പിന്നെ പുറത്തുനിന്ന് ബക്കറ്റ് മേടിച്ച് അങ്ങനെയും കൊണ്ടുവരുന്ന സമയങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അതിലൊരു ബക്കറ്റിൻ്റെ മൂട്ടി വെച്ചാനുള്ള തേങ്ങ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വേവലാതിപ്പെട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. അപ്പം ഞാനിതിൻ്റെ ബാക്കി പ്രോസസ്സാണ് കേട്ടോ കാണിക്കാൻ വിചാരിച്ചത്. പ്രത്യേകിച്ച് പ്രോസസ്സൊന്നും ഇല്ല. ഇത് ഉണക്കിയതിന് ശേഷം അരിഞ്ഞ് നമ്മൾ മില്ലിൽ കൊണ്ടുപോയി ആട്ടി കൊപ്രയെടുക്കും. കൊപ്രയില്ലല്ലോ, ആട്ടി മറ്റേ ഇത് പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ആ തൊത്തിനെയും കൊണ്ടുവരും. അതേപോലെ എണ്ണയും കൊണ്ടുവരും. ആ തൊത്തിനെ കൊണ്ടുവന്നിട്ട് അമ്മ കോഴിയുള്ള ആർക്കെങ്കിലും കൊടുക്കുകയാണ് ചെയ്യുന്നത്. കോഴിയോ പശുവോ ഒക്കെ ഉള്ള ആർക്കെങ്കിലും കൊടുക്കുകയാണ് ചെയ്യുന്നത്. പശുവിനും കോഴിക്കൊക്കെ കഴിക്കാൻ കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യണേ. അപ്പം അതിലിപ്പോൾ ഇത്ര തേങ്ങയിൽ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ലല്ലോ, എന്നാലും വീഡിയോ ആയിട്ട് ഇടാൻ വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പം ഇത് ഒരു 3 ദിവസം കണ്ട് ഉണക്കാൻ വയ്ക്കും. വെച്ചതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു 2 ദിവസം കൂടെ ഉണക്കാൻ വയ്ക്കും. ഉണക്കാൻ വെച്ചതിന് ശേഷമാണ് കേട്ടോ ആട്ടാൻ കൊണ്ടുപോകണേ. അപ്പോൾ അരിഞ്ഞതിന് ശേഷം ബാക്കി കാണിക്കാം. അപ്പോൾ ഇത് തേങ്ങ പൊട്ടിച്ചിട്ടതിന് ശേഷമുള്ള 3ാമത്തെ ദിവസമാണ്. 3ാമത്തെ ദിവസം ചിരട്ടയ്ക്കുള്ളിലിരുന്നത് തൊണ്ടിൽ ചിരട്ടയോട് കൂടിയിരുന്ന തേങ്ങേനാണ് കേട്ടോ ഇളക്കിയെടുക്കണേ. മുളക് പൊടി കൊണ്ടുവന്ന് വെച്ചേക്കണേ, ഇന്നലെ കൊണ്ടുപോയി പൊടിച്ചു കൊണ്ടുവന്നതാണ്. അതേപോലെ ഈ ഉണക്കാൻ വെച്ചേക്കണ കുരുമുളകാണ്. ഇത് അതിന് വയ്ക്കുമ്പോൾ കഴുകി വെച്ചേക്കുന്ന ബക്കറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കുരുമുളക് ഞങ്ങളിവിടെ നട്ട് വെച്ചേക്കുന്നതിൽ നിന്ന് തന്നെയാണ്. ഞങ്ങളുടെ കറിക്ക് ആവശ്യത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളിലും കുരുമുളകായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണക്കിയെടുത്ത് പൊടിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതവിടെ വെച്ചേക്കുന്നത്. ചിരട്ടേന്ന് അല്ലല്ല തൊണ്ടിന്ന് തേങ്ങ കുത്തി ഇളക്കണ കണ്ട. എന്തായാലും നാണക്കേട് ഉള്ളതല്ലേ കാണിക്കാൻ പറ്റൂ, ഇല്ലാത്തത് കാണിക്കാൻ പറ്റൂല്ലേ. 500 തേങ്ങയല്ലേ, ബാക്കി 450 തേങ്ങ കണ്ടവർ കൊണ്ടുപോയി. 50 തേങ്ങയേ ഉള്ളൂ. ഇനിയിപ്പം തരിയാൻ പറ്റും. പന്നി കൊണ്ടുപോയി, കുരങ്ങ് കൊണ്ടുപോയി, പറിച്ചു കൊണ്ടുവന്നിട്ടപ്പോൾ ആൾക്കാർ കൊണ്ടുപോയി, മനുഷ്യൻ നല്ലോണം കൊണ്ടുപോയി, പന്നി കുറച്ച് കൊണ്ടുപോയി. തെങ്ങിൽ നിന്നപ്പോൾ കൊണ്ടുപോയി, താഴെ വീണപ്പോൾ കൊണ്ടുപോയി, പറിച്ചുകൊണ്ടിട്ടപ്പോൾ കൊണ്ടുപോയി. ഇനി ബാക്കി ഇത്രയുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, എത്രയെങ്കിലും ഉണ്ടല്ലേ, അങ്ങനെ ആശ്വസിക്കും. ഉണ്ടല്ലോ എന്ന് പറയടാ കണ്ണാമ്മച്ചിട്ട്. പറിക്കണമെന്ന് വിചാരിച്ചാലും ഒരു തെങ്ങിലും തേങ്ങയില്ലല്ലമ്മ. ഓരോ തെങ്ങിലും കയറി 2 തേങ്ങ വെച്ച് കിട്ടും.
ഞങ്ങളന്നുണ്ടെങ്കിൽ തേങ്ങ വെട്ടിയതിന് ശേഷം പച്ച തേങ്ങ കൊണ്ടുവന്നു, ഉണക്ക തേങ്ങ വേറെ സെക്ഷൻ മാറ്റിയിട്ടതിന് ശേഷം വെട്ടിക്കൊണ്ടുവന്ന ഫ്രഷ് പച്ച തേങ്ങയെ ഞങ്ങൾ ഒരു കൂട്ടത്തിലാക്കിയിട്ട് ഇങ്ങനെ 2 സെറ്റായിട്ടാണ് ഇട്ടുകൊണ്ടിരുന്നത്. കുറുത്ത തേങ്ങ വേറെ ആയിട്ട് ഇടുമായിരുന്നേ. ഇപ്പം ഞങ്ങൾ കോഴിയുടെ ഫാമുള്ളത് കൊണ്ട് ഒരു ഷെഡിനകത്തൊരു സ്റ്റോർ റൂമുണ്ട്, അതിനകത്താണ് തേങ്ങയെല്ലാം ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം അതിനകത്ത് ആൾ കയറി വന്ന് പുറത്തുനിന്ന് ആൾ കയറി വന്ന് എടുത്തുകൊണ്ട് പോയാൽ ഞങ്ങൾ അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ഡെയിലി ഇവിടെ ഉണ്ടാവത്തില്ല. അമ്മയാണെന്നുണ്ടെങ്കിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാനും ബേബി മാത്രമാണെങ്കിലും പിന്നെ ഞങ്ങളങ്ങനെ പുറത്ത് കിടക്കുന്ന കാര്യങ്ങളൊന്നും അധികം അറിയത്തില്ലായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ, അതായത് മോഷണം, അതായത് തേങ്ങയുടെ വിലയ്ക്കനുസരിച്ച് നമുക്ക് കിട്ടിയാലേ എടുക്കാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്നതുകൊണ്ട് ആൾക്കാർ കയറി സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ പോയിട്ടുണ്ട്. അതായത് പുരയിടത്തിന് ചുറ്റും വേലി ഇല്ലാത്തതുകൊണ്ടും പിന്നെ അമ്മ ഇങ്ങനെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകത്തില്ല എന്ന് അവർക്ക് അറിയാമെന്നുള്ളതുകൊണ്ടും ആൾക്കാർ അവർക്ക് വേണ്ട സാധനങ്ങൾ കയറുന്നു കൊടുക്കുന്നു പോകുന്നു. സ്വന്തം പുരയിടം പോലെ കയറി ഇറങ്ങി സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവാണ്. അതേപോലെ ഈ സ്റ്റോർ റൂമിനകത്ത് കയറി ആൾക്കാർ തേങ്ങ എടുത്തുകൊണ്ട് പോയി എന്നുള്ളത് ഞങ്ങൾക്ക് കൺഫേം ആവുന്നത്. തേങ്ങ ഒരു സമയത്ത് ഞങ്ങൾ തേങ്ങ എണ്ണി നോക്കുമ്പോഴത്തേക്കും തേങ്ങയില്ല. അതായത് ഓരോ ദിവസവും ഞങ്ങൾ എടുക്കുന്ന തേങ്ങയുടെ എണ്ണ ഞങ്ങൾ എഴുതിയിടുമായിരുന്നേ. അതിനുശേഷം ഞങ്ങൾ തേങ്ങ എണ്ണി നോക്കുമ്പോഴത്തേക്കും കൗണ്ട് ചെയ്തിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല. പിറ്റേ പ്രാവശ്യം ഞങ്ങൾ വീണ്ടും കൗണ്ട് ചെയ്ത് തേങ്ങ കൊണ്ടുവന്നിട്ടപ്പോഴത്തേക്കും കൗണ്ട് ചെയ്ത് തേങ്ങ ഇട്ടതിന് ശേഷം തിരിച്ച് എണ്ണി നോക്കിയപ്പോഴും തേങ്ങ കാണാനില്ല. അപ്പം ഞങ്ങൾക്ക് കൺഫേമായി ഇത് മനുഷ്യർ കയറി എടുക്കുന്നത് തന്നെയാണെന്ന്. ബാബ അല്ലടാ തേങ്ങ, എന്താണ് തേങ്ങ ഉണക്കാൻ വെച്ചാൽ നോക്കാൻ പോയി. പാവാടയ്ക്ക് നീളം കൂടുതൽ, സ്റ്റെപ്പ് കയറാൻ പാട്. കാക്ക പറന്ന് പോണു. അല്ലവേ കാക്കാനെവിടെ പറന്ന് പോയി. പറന്ന് പോണ് കാക്ക. മടി ഇതിന്ന് പൊട്ടിച്ചതാ കേസ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ തേങ്ങ വെട്ടിയിട്ടുണ്ടായിരുന്നു. ആ വെട്ടിയതിൽ നിന്ന് കുറച്ച് പച്ച തേങ്ങ എടുത്ത് ഒരു 25 പച്ച തേങ്ങേനെ എടുത്ത് പൊതിച്ച് കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ് കേട്ടോ. വെട്ടിപ്പൊട്ടിച്ച് കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ്. അതൊന്നും ഒരുവിധം ഒന്ന് ഉണങ്ങി കിട്ടിയതിന് ശേഷം എൻ്റെ തേങ്ങയുടെ അളവ് ക്വാണ്ടിറ്റി നോക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. തേങ്ങയുടെ അളവ് തീരെ കുറവായതുകൊണ്ട് പച്ച തേങ്ങയും കൂടെ ഉണക്കി അതിൻ്റെ കൂട്ടത്തിൽ ആട്ടാന്നും പറഞ്ഞുകൊണ്ടാണ് എടുത്തുകൊണ്ട് വന്നേക്കണേ. പൊതിച്ചെടുത്തതിന് ശേഷം ചിരട്ടയിൽ നിന്ന് തട്ടിപ്പൊട്ടിച്ച് വെട്ട് കത്തി വെച്ചിട്ട് തട്ടിപ്പൊട്ടിച്ച് ചിരട്ടയെ പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം തേങ്ങയെ മാറ്റാമെന്നുള്ളൊരു ഐഡിയ ആണ്. സക്സസ്ഫുൾ ആവുമെന്ന് അറിയാൻ പാടില്ല, എന്നാലും നോക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മ ഇരിക്കുവാണ്. അപ്പം ഇത് ഞങ്ങൾ നേരത്തെ ഉണക്ക തേങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഒരുവിധം ഏറെക്കുറെ അത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. വെയിലുണ്ടായിരുന്നു. പക്ഷേ പച്ചത്തേങ്ങ വെച്ച് പൊട്ടിച്ചെടുത്തതിൻ്റെ അന്ന് മുതൽ മഴക്കോള് തുടങ്ങിയതാണ്. മഴ പെയ്യുമോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യ. അപ്പം പച്ച തേങ്ങയെ നമുക്ക് പൊട്ടിക്കണമെന്ന് കണ്ടാലോ. വെട്ടോത്തി വെച്ചിട്ട് ചിരട്ടയുടെ മണ്ടയ്ക്ക് തട്ടിയിട്ട് ആ ചിരട്ടയെ പൊട്ടിച്ചതിന് ശേഷം അതിൻ്റെ തേങ്ങ പീസിനെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഞാനീ പോണത് വെട്ടോത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അമ്മ വെട്ടോത്തി എടുക്കാനാണ് കയറി വന്നത്. ഞാൻ ഫ്രണ്ടിലോട്ട് നടന്നതിന് ശേഷമാണ് ഞാൻ ചെരുപ്പിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് തിരിച്ച് വന്ന് ചെരുപ്പിട്ടത്. അപ്പോൾ സാധനം പോയി എടുത്തുകൊണ്ട് വരാവേ. വെള്ളം അവിടെ അമ്മച്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. മക്കൾക്ക് തന്നില്ലല്ലേ വെള്ളം. തരാടിങ്ങത്തെ കേട്ടോ. എൻ്റെ മക്കൾ ഇവിടെ വന്നിരിക്കും, അത് തേങ്ങ തേങ്ങ 25 തേങ്ങയും കൂടെ പോയിട്ട് ചിലപ്പോൾ ഒരു 2 കിലോ എണ്ണയും കൂടെ കിട്ടിയാലാന്ന് വിചാരിച്ചാണ്. 2 കിലോ എണ്ണയും കൂടെ കിട്ടിയാലാന്ന് വിചാരിച്ചാണ് ഞാൻ. അത്ര തേങ്ങ നമ്മൾ കരിക്കൊട്ടിയില്ലല്ലേ, കരിക്കൊട്ടണ്ടേ. അമ്മ ചെയ്യണ പോലാണ് കേട്ടോ തേങ്ങ ഇളക്കണേ. ചിരട്ടയ്ക്ക് ഉള്ളിൽ നിന്ന് വെട്ടുകത്തി എടുക്കും, ചിരട്ടയെ അങ്ങോട്ട് കമത്തി വെക്കും, അതിന് മണ്ടയ്ക്ക് 2 തട്ട് കൊടുക്കും. അപ്പോഴത്തേക്കും ചിരട്ട അങ്ങ് പൊട്ടിപ്പോവും. പൊട്ടിപ്പോയതിന് ശേഷം ആ തേങ്ങ പീസിനെ എടുത്തിട്ട് മാറ്റി വയ്ക്കും. ഒത്തിരി വലിയ പീസാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വിടും.
ഇങ്ങനെയാണ് കേട്ടോ ചെയ്യണേ. ഇതേപോലെ അമ്മ ചെയ്യും പോലെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസ്, അത്ര ചെറുതല്ല, ഒരു 4-5 പീസാക്കുന്ന രീതിക്ക്, ഒരു മുറി തേങ്ങയെ 4-5 കഷ്ണങ്ങളാക്കുന്ന രീതിക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുവേ. വന്ന് മൂക്കിനടിക്കരുത്. തേങ്ങ തേങ്ങ തേങ്ങ. താങ്ക് യു. വാഷിംഗ് മെഷീൻ സർവീസ് സെൻറ്ററിൽ ആളിനെ വിളിച്ചേക്കുന്നത്, ഒന്ന് സർവീസ് ചെയ്യാൻ വേണ്ടി. തന്നെ അടുത്ത് വിലയിട്ടേക്കണേ. നമ്മളിന്ന് തേങ്ങ വെട്ടി, ഞാൻ പറഞ്ഞില്ലേ കുരങ്ങുകൊണ്ട് ഇത്ര തേങ്ങയെ ഇനി അവശേഷിക്കുന്നുള്ളൂ. ഇത് വേണം ഒരു 3 മാസം അരയ്ക്കാൻ. ഇതിനകത്തൊരു 5-6 കരിക്കവടിയോ ഉണ്ട്, അതും കൂടെ കണ്ടുപിടിക്കണം. ഇന്ന് വെട്ടി കിട്ടിയ തേങ്ങയാണ് ഇത്രയും. ഇതിൻ്റെ 4 ഇരട്ടിയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ സീസണിലും വലിയ തരക്കേടില്ലാതെ കിട്ടിയായിരുന്നു. ഇപ്രാവശ്യം പിന്നെ തീരെയില്ല. ഇതാണ് അവസ്ഥ. ഇല്ലേടാ കുട്ടാ. പിന്നെ പുതിയ തേങ്ങ ഉണക്കാൻ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു 3-ാമത്തെ ദിവസമാണെന്ന്. രാവിലെ കുരങ്ങൊന്ന് കുറേ നുള്ളിപ്പറക്കി കൊണ്ടുപോയി. അങ്ങനെ പിന്നെ കുരങ്ങിനെ ഓടിച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് കുരങ്ങിനെ ഓടിച്ചിട്ട് ബാക്കി ഉണക്കാൻ വേണ്ടിയിട്ടേക്കുന്നു. ആദ്യം അരിഞ്ഞു വെച്ച സംഭവങ്ങളെല്ലാം ഉണങ്ങി കിട്ടിയതുകൊണ്ട് അതിനെ വീടിനകത്തോണ്ട് വെച്ചു. ഇനി ഇത്രയും കൂടെ ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ ആട്ടാം. 2 ദിവസം കൂടെ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ആട്ടാൻ കൊണ്ടുപോവേ. ഇതാദ്യം നമ്മൾ വെച്ച തേങ്ങയാണ് കേട്ടോ. അത് നല്ല വൃത്തിക്ക് ഉണങ്ങി കിട്ടി. പക്ഷെ രണ്ടാമത് നമ്മൾ പച്ചത്തേങ്ങ പൊട്ടിച്ച് വെച്ചതിന് ശേഷം വെയിലെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നില്ല. മഴക്കോളും ഞെരിച്ചു പിടിച്ച മഴയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം അത് ഉണങ്ങി കിട്ടുന്നില്ല. അതിൻ്റെ അകത്ത് ഈർപ്പം നിൽക്കുന്നേ ഉള്ളൂ. അത് ഫാനിട്ട് ഇങ്ങനെ ഇട്ടേക്കണമെന്നേ ഉള്ളൂ. അതിനകത്തുള്ള ഈർപ്പം മാറുന്നില്ല. ഈർപ്പം മാറി അത്യാവശ്യം ഒന്ന് ഉണങ്ങി കിട്ടിയാൽ മാത്രമേ നമുക്ക് ആട്ടാൻ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ പൂത്തു പോവും, എണ്ണ കാണിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. നനവുണ്ടെന്നുണ്ടെങ്കിൽ മറ്റു തേങ്ങ അവിടെ വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഫാനിട്ടിട്ടേക്കാവുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഈർപ്പം തട്ടാതിരിക്കാം, അല്ലെങ്കിൽ ഈർപ്പം പോവും എന്നുള്ളൊരു വിശ്വാസത്തിലിരിക്കാം. പക്ഷെ തേങ്ങ ഉണങ്ങി കിട്ടത്തില്ല. എന്നാലും അതവിടെ നൂത്തിങ്ങനെ ഇട്ടേക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ വെയിൽ വരുമ്പോൾ നമുക്ക് വെയിലത്ത് വെക്കാം. എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് വെയിൽ കിട്ടുമ്പോഴത്തേക്കും അപ്പോഴേ തേങ്ങ കൊണ്ടുവന്ന് ഇതേപോലെ പറമ്പിലിങ്ങനെ വിരിച്ച്, വെയിൽ എവിടെയാണോ കിട്ടുന്നത് അവിടെ തന്നെ കൊണ്ടിടും. മഴ കാരണം വീട്ടിൻ്റെ മുകളിൽ കൊണ്ട് ഇടാൻ പറ്റത്തില്ല, ഓടി അങ്ങ് എത്താൻ പറ്റില്ല. ഞാനും ബേബിയും മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പിന്നെ മുറ്റത്ത് തന്നെ വിരിച്ചങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. വെയിലെപ്പോൾ വരുന്നു, ചൂടെപ്പോൾ കിട്ടുന്നു, അതിനനുസരിച്ചാണ് കേട്ടോ തേങ്ങ വെയിലത്തിട്ടുണ്ടിരിക്കണേ. മഴ ചെറുതായിട്ടൊന്ന് കോള് വെച്ച് കയറുമോ, മഴ പൊടിയോ ചെയ്ത് കഴിഞ്ഞാൽ ഓടിപ്പോയി അത് വാരിയെടുക്കും. അടുത്ത് മഴ അങ്ങോട്ട് മാറി വീണ്ടും വെയിൽ വരുമ്പോഴത്തേക്കും പിന്നും കൊണ്ടുപോയി വിരിച്ചിടും. ഇത് തന്നെ ആയിരുന്നു. ഒരു മണിക്കൂറിൽ ഒരു 8-9 പ്രാവശ്യമെങ്കിലും വാരലും വിരിക്കലും ഇങ്ങനെ മാറി മാറി നടന്നുകൊണ്ടിരിക്കും. മഴ ഒരുമാതിരി മനുഷ്യനെ കളിയാക്കുന്ന പരിപാടിയായിരുന്നു. ഞാൻ പിന്നെ കാക്കെടുത്ത്, അതായത് തേങ്ങ പുളി ഇട്ടേക്കുന്നതിനെ കാക്ക എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, കുരങ്ങെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഇത് കിണറ്റിലിട്ടുന്ന വലയാണ്, അതിനെടുത്തുകൊണ്ടെന്നൊക്കെയാണ് ഇതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് തേങ്ങ കാത്തു സൂക്ഷിക്കുന്നത്. ഇല്ല വൈഡൂര്യം രത്നമൊക്കെ കാത്തു സൂക്ഷിക്കുന്ന അതേമാതിരിയാണ് ഇപ്പം തേങ്ങ സൂക്ഷിക്കേണ്ടി വരണേ. ഇത് മഴ എങ്ങനെയെങ്കിലും മാറി ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് ചൂടടിച്ചാലേ നമുക്കത് ഉണക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഉണങ്ങി കിട്ടുമ്പോഴത്തേക്കും ഒന്ന് വെയിലടിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അപ്പോഴേ മഴ പെയ്യും. വീണ്ടും അതിനെടുത്തുകൊണ്ടൊന്ന് ടൈലിൻ്റെ എന്തിൻ്റെങ്കിലും മണ്ടയിൽ വെക്കും. വീണ്ടും വെയിൽ വരുമ്പോൾ പിന്നും കൊണ്ടുപോയിടും. ഇത് തന്നെ ഡെയിലി. ഇനിയും തേങ്ങ ആട്ടാതെ നമ്മളിവിടെ തന്നെ വെച്ചിരുന്നാൽ അത് പൂത്തു പോകുമെന്ന് കൺഫേമായി. വെയിലെന്ന് പറഞ്ഞ സാധനം ഈ വഴി ഇനി ഈ അടുത്ത കാലത്തൊന്നും വരത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തേങ്ങ ആട്ടാൻ പോകാനുള്ള പരിപാടിയിൽ നമ്മൾ റെഡിയായി. തേങ്ങ ആട്ടാനായിട്ട് വന്നു. മടത്തറയാണ് കേട്ടോ തേങ്ങ ആട്ടാനായിട്ട് വന്നേ. പുതിയ മില്ലാണ് കേട്ടോ ഇത്, പുതിയതായിട്ട് തുടങ്ങിയ മില്ലാണ്. അപ്പോൾ തേങ്ങ ആട്ടും
സംഭവങ്ങളൊക്കെ പൊടിച്ചും കിട്ടും. ചല്ലിമുക്കിൽ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും മില്ല് അടച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചല്ലിമുക്കിൽ തേങ്ങ ആട്ടുന്ന പരിപാടിക്ക് നിൽക്കത്തില്ല അമ്മ. മടത്തോട്ട് കൊണ്ടുവന്നിട്ടേ തേങ്ങ ആട്ടത്തുള്ളൂ. ബാക്കി പൊടിക്കലും വറുക്കലും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചല്ലിമുക്കിൽ തന്നെ ചെയ്യാൻ നിൽക്കും. ഇത് നമ്മുടെ മടത്തറ ജംഗ്ഷനിൽ നിന്നൊക്കെ മാറിയിട്ട് ഇതേപോലെ ഈ സ്റ്റോപ്പിന് എന്താ പറയുകയെന്ന് എനിക്കറിയാൻ പാടില്ല. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ വളവ് ജംഗ്ഷനെന്നോ വളവ് മുക്കെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുമായിരിക്കും. അല്ലെങ്കിൽ താഴെ മടത്തറ എന്നുള്ള സംഭവത്തിലോട്ട് എത്തുമായിരിക്കും. അത്യാവശ്യം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജംഗ്ഷൻ എന്ന് പറയാൻ പറ്റുന്ന, അത്യാവശ്യം കടമുറികളും കാര്യങ്ങളും ഭാവിയിലത്തേക്ക് ചെയ്തിട്ടേക്കുന്ന ഒരു ജംഗ്ഷൻ. അത്യാവശ്യം എന്താ പറയുക, തിരക്കൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ജംഗ്ഷൻ. ആ ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവത്തിലോട്ട് എത്താൻ ശ്രമിക്കുന്ന ഒരു സ്ഥലം. ഇനി ഈ സ്ഥലത്തിന് എന്ത് പേര് വീഴുമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇവിടെയാണ് കേട്ടോ തേങ്ങ ആട്ടാനായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങൾ തേങ്ങ ആട്ടി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. തേങ്ങ ലേശല്ലേ ഉള്ളൂ, അത് പെട്ടെന്ന് ആട്ടി കിട്ടും. 3/4 മണിക്കൂറാണ് പുള്ളി പറഞ്ഞത്, പക്ഷേ 1 മണിക്കൂർ എടുത്തു. എന്നാലും സാരമില്ല, സംഭവം സെറ്റായി. അപ്പം ഞങ്ങൾ പിണ്ണാക്കെടുത്ത് കവറിനകത്തും എണ്ണ എടുത്ത് ബക്കറ്റിലും ആക്കി. എത്ര കിലോ അമ്മ? 8 കിലോയെ നിൽക്കത്തില്ല. ഉണക്കി തേങ്ങ 13.5 കിലോ, ആട്ടി വന്നപ്പോൾ 8 കിലോ എണ്ണ. അതാണ് ഇപ്പോൾ കണക്ക്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോവാണേ. ആ തേങ്ങ മുഴുവൻ ആട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും കിട്ടിയ 8 കിലോ എണ്ണയാണ് കേട്ടോ ഈ ബക്കറ്റ് കാണുന്നത്. ഈ ബക്കറ്റിൻ്റെ പകുതിയോളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എണ്ണ വെയിലത്ത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ നല്ലോണം ഉണങ്ങാത്തതുകൊണ്ട് അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തേങ്ങ ആട്ടി കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എണ്ണയ്ക്കകത്തും വെള്ളം ഉണ്ടാവും. ഇതേപോലെ വെയിലത്ത് വെക്കുമ്പോഴത്തേക്കും വെള്ളം ബാഷ്പീകരിച്ച് പോവും, എണ്ണ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ എണ്ണയ്ക്കകത്തുള്ള ഈർപ്പം മാറിക്കിട്ടും. അതേപോലെ ഇതിൻ്റെ അടിയിൽ കാണുന്ന ഈ കറുത്ത കളറിലുള്ള സംഭവം എന്ന് പറയുന്നത് കക്കൻ എന്നാണ് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ഈ സംഭവങ്ങളുടെയൊക്കെ വേസ്റ്റായിട്ട് വരും. അതപ്പോൾ അതിൽ അടിഞ്ഞ് നിൽക്കുകയും ചെയ്യും. എണ്ണ കനയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യണേ. അപ്പോൾ എത്രയാണ് എണ്ണയുടെ പരിപാടി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഗായ്സ്.